സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനായ സ്തോത്രം. വിനയപൂർവ്വം നിൻ്റെ സന്നിധിയിലിരിപ്പാനും കരങ്ങൾ കൂപ്പി നിൻ്റെ കരുണകൾ പ്രാപിക്കുവാനും ആയുസ്സും ആരോഗ്യവും തന്ന അങ്ങയുടെ കരുണകൾക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുന്ന കർത്താവേ. ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കും എന്ന് ഹബക്കൂക്ക് പ്രവാചകൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ, ജീവിതം മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തിയ അങ്ങയുടെ കരുണകളെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. രോഗം ഞങ്ങളെ തകർത്ത് കളയുമെന്ന് വിചാരിച്ചപ്പോൾ, കടഭാരം ഞങ്ങളെ തകർത്ത് കളയുമെന്ന് വിചാരിച്ചപ്പോൾ, സുഹൃത്തുക്കൾ ഞങ്ങളെ തകർത്ത് കളയുമെന്ന് വിചാരിച്ചപ്പോൾ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുണ ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തിയ അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിൻ്റെ സന്നിധിയിൽ വിനയപൂർവ്വം കരങ്ങൾ കുപ്പി നിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നിൽക്കുന്ന നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ഭാരം എന്ത് എന്ന് അവിടുന്ന് അറിയുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണ പ്രാപിക്കാൻ വന്ന നിൻ്റെ മക്കളുടെ മേൽ കരുണ ചൊരിയണം. ദുഃഖങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. ദൈവത്തിൻ്റെ കരുണ, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെട്ടെ, അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നിറവ് ഈ ദിവസം അനുഭവിപ്പാൻ നിൻ്റെ മക്കൾ എല്ലാവരെയും സഹായിക്കണം. നിൻ്റെ കുഞ്ഞുങ്ങളെ യാത്രയിൽ കൂടിയിരിക്കണം, ജോലികാരെയും കൂടിയിരിക്കണം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഓർമ്മശക്തിയും വിവേകവും കൊടുക്കണമേ. ബുദ്ധിയുടെ തുറവി അവിടെ നൽകണമേ. പരീക്ഷ ഉന്നതമായി വിജയം കരിക്കുവാൻ, വിജയിച്ച് സന്തോഷിക്കുവാൻ നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിൻ്റെ കരുണയ്ക്കായി നിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. നിൻ്റെ കരുണ നിറച്ച് അനുഗ്രഹിച്ച് വഴി നടത്തിയാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.